ദി വാല്യൂ ഓഫ് സൈൻ 15 ഡിഗ്രി പ്ലസ് സൈൻ 105 ഡിഗ്രി ഈസ് ഡാഷ്. അപ്പോൾ നമുക്കിവിടെ സൈൻ 15 ഡിഗ്രി പ്ലസ് സൈൻ 105 ഡിഗ്രി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ ഡയറക്റ്റ് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായിട്ട് സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ ഒന്നും നമ്മൾ കാണാതെ പിടിച്ച് വെക്കാറില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ, കാണാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും സൈൻ വാല്യൂ അറിയാവുന്ന ഏതെങ്കിലും ആംഗിളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൈൻ 15 ഡിഗ്രി പ്ലസ് സൈൻ 105 ഡിഗ്രി ഈക്വൽ ടു, ഇവിടെ നോക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 15 ഡിഗ്രിയും വൈയുടെ സ്ഥാനത്ത് 105 ഡിഗ്രിയും. അപ്പോൾ 2 സൈൻ 15 ഡിഗ്രി പ്ലസ് 105 ഡിഗ്രി ബൈ 2 ഇൻറ്റു കോസ് 15 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി ബൈ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 സൈൻ 15 ഡിഗ്രി പ്ലസ് 105 ഡിഗ്രി, 15 105 കൂടെ കൂട്ടിയ 120, 120ൻ്റെ പകുതി 60, അതായത് 2 സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് 15 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി. ഇപ്പോൾ ചെറുതിൽ നിന്ന് വലുതാണ്. അപ്പോൾ 105 നിന്ന് 15 കുറച്ച് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മതി. 105 നിന്ന് 15 കുറച്ചാൽ 90, 90ൻ്റെ പകുതി 45, അപ്പോൾ മൈനസ് 45 ഡിഗ്രി എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് നെഗറ്റീവ് കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഇത് കോസ് 45നോട് തന്നെ ഈക്വലാണ്, കോസ് 45 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ നമുക്ക് എഴുതാം. സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്, ഇൻറ്റു കോസ് 45ൻ്റെ വാല്യൂ 1/√2. ഇവിടെ 2ഉം 2ഉം ക്യാൻസലാവും, പോയിട്ട് √3/√2 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം √3/√2. ശരി ഉത്തരം ഓപ്ഷൻ ബി. ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 3/1000 ഈസ് ഡാഷ്. അപ്പോൾ 3/1000ൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഏതെന്ന് കണ്ടുപിടിക്കണം. അല്ല, 3/1000ൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ 3യുടെ പവേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 3/1 3 ആണ്, യൂണിറ്റ് പ്ലേസിൽ 3 വരുന്നു. 3 സ്ക്വയർ 9, യൂണിറ്റ് പ്ലേസ് 9 ആണ്. 3 ക്യൂബ് 27 ആണ്, യൂണിറ്റ് പ്ലേസിൽ 7 വരുന്നു. 3/4 81, 27 × 3 81, യൂണിറ്റ് പ്ലേസിൽ 1 വരുന്നു. ഇനി 3/5ൻ്റെ യൂണിറ്റ് പ്ലേസ് കാണാനായിട്ട് ഇതിലെ 3/4ൻ്റെ യൂണിറ്റ് പ്ലേസിലെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 1 ആയിരുന്നു, അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 വരും. 243 ആണ് അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 3. 3/6 ആകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് വരുന്ന സംഖ്യ കാണാനായിട്ട് ഈ 3നെ 3 കൊണ്ട് ഗുണിക്കുക. 3 × 3 9, അവിടെ യൂണിറ്റ് പ്ലേസിൽ 9 വരും. 3/7ൽ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും? 9നെ 3 കൊണ്ട് ഗുണിക്കുക, 27, അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 7 വരും. 3/8ലോ യൂണിറ്റ് പ്ലേസിൽ വരുന്നത് 7 3 21, 1 വരിക. അപ്പോൾ നോക്കുക, 3/4ൽ യൂണിറ്റ് പ്ലേസ് 1 ആണ്, 3/8ൽ യൂണിറ്റ് പ്ലേസ് 1 ആണ്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസ്, പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ 1 ആണ് വരിക. ഇവിടെ 3/1000 ആണ് പവർ, 3/1000. ഈ 1000 4ൻ്റെ മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരിക 1 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ 1. ഇഫ് ദി റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ ഈസ് 1 ലെസ് ദാൻ ദി നമ്പർ ഇറ്റ് സെൽഫ്, ദെൻ ദി നമ്പർ ഈസ് ഡാഷ്. അപ്പോൾ ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ ആ സംഖ്യയേക്കാൾ 1 കുറവാണെങ്കിൽ ആ നമ്പർ, ആ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം.
അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? 1/x ആണ്. ഈ 1/x എക്സിനേക്കാൾ 1 കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് x-1 = 1/x ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഡിനോമിനേറ്ററിലുള്ള എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ x × x-1 = 1 എന്ന് വരും. എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അതായത് x² - x എന്നിവിടെ വരും. ഈ 1നെയും കൂടെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ -1 = 0 എന്ന് വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അവർക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ x = -b ± √b² - 4ac/2a ഈ ഫോർമുല ഉണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ എയുടെ വാല്യൂ x² കോഎഫിഷ്യൻ്റ് 1, ബിയുടെ വാല്യൂ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1, സിയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ് ടേം അതും -1. അപ്പോൾ x = -1 ± √b² - 1² - 4 × 1 × -1 /2 × 1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു -1 എത്രയാണ്? 1 ± √1ൻ്റെ സ്ക്വയർ 1 തന്നെ. നോക്കുക, -4 × 1 × -1 -× പ്ലസ് ആവും. അപ്പോൾ 1 + 4 എന്ന് വരും /2. ദാറ്റ്സ് ഈക്വൽ ടു 1 ± √5/2 എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ 2 റൂട്ട് കിട്ടും. x = 1 + √5/2 x = 1 - √5/2 വരും. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. 1 + √5/2 എന്ന് പറയുന്നത് തന്നെയാണ് √5 + 1/2 എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഉണ്ട്, √5 + 1/2. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി, √5 + 1/2. If 1, 2 and 2, 4 are 2 points on a line, then which of the following points lies on the line? ഇപ്പോൾ ഒരു ലൈനിലെ 2 പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് 1, 2ഉം 2, 4ഉം. അങ്ങനെയെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പോയിന്റ് ഈ ലൈനിലെ തന്നെ പോയിന്റ് ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കുക. 1, 2, ഇവിടെ 2, 4. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയാണ് വൈ കോർഡിനേറ്റ് വന്നിരിക്കുന്നത്. എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയാണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഈ ലൈനിലെ പോയിന്റ്സിൻ്റെ ഒരു പൊതുവായ പ്രത്യേകതയായിരിക്കും അതിൻ്റെ y = 2x എന്നായിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇത് ചെക്ക് ചെയ്താൽ മതി. വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടി വരുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ അല്ല, ബിയിലില്ല, സി ഇല്ല. ഓപ്ഷൻ ഡി നോക്കുക. 3, 6. 3യുടെ ഇരട്ടിയാണ് 6. വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റിൻ്റെ ഇരട്ടിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി 3, 6 എന്ന പോയിന്റ് ഈ 1, 2, 2, 4 ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി 3, 6. If the sum of squares of the first n natural numbers is 285, then n is dash. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം 285 ആണെങ്കിൽ n എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. n × n+1 × 2n + 1/6. ഇതാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇതാണ് 285 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് n × n+1 × 2n + 1 = 285 × 6 എന്ന് വരും. അതായത് 1710 എന്ന് കിട്ടും. 1710. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഓരോ വാല്യൂസായിട്ട് ഇപ്പം ഓരോ ഓപ്ഷൻസും എന്നിന് പകരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1710 കിട്ടുമോ എന്ന് നോക്കുക. അതായിരിക്കും എളുപ്പമാർഗം. n = 8 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 8 × 9 × 17 എന്ന് വരും. 8 × 9 × 17. അപ്പോൾ 72 × 17 എന്ന് വരും. നോക്കുക, 2, 7, 14
14 4ആണ് ആദ്യത്തെ അക്കം വരുന്നത് യൂണിറ്റ് പ്ലേസിൽ. അതൊരിക്കലും ഉത്തരമാവില്ല. 1710 ഈക്വലാവുകയില്ല. 2 7 14 4ആണ് യൂണിറ്റ് പ്ലേസ് വരുന്നത്. അടുത്ത എന്നിന് 9 കൊടുക്കുക. എന്നിന് 9 കൊടുക്കുമ്പോൾ 9 ഗുണം n+1 10 ഗുണം 2 9 18 1 19 വരും. ഇവിടെ 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമായതുകൊണ്ട് 19 ഗുണം 9 നോക്കുക. 19 ഗുണം 9 171. 171 ഗുണം 10 എന്ന് വരും. 1710 എന്ന് കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 9 മതി. ശരി ഉത്തരം ഓപ്ഷൻ ബി 9.